ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നെക്കിൻ്റെ പോർഷനിൽ ചെയ്യുന്ന ഒരു വർക്കൗട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫ്രഞ്ച് നോട്ടും പുള്ളി നോട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാട്ടോ. എങ്ങനെ ചെയ്യുന്ന നോക്കാം കേട്ടോ. നമ്മൾ ഒരു ചുരിദാറിൻ്റെ നെക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ടുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാനാണ് കേട്ടോ പോണ്. നമ്മൾ ഫ്രഞ്ച് നോട്ടാട്ടോ ചെയ്യുന്നത്. ഈ ഒരു കളർ നൂല് വെച്ചിട്ട് ഈ ഒരൊറ്റ ചുറ്റിൽ നമ്മൾ ഈ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രഞ്ച് നോട്ട് കൊടുക്കാണ്ടോ ചെയ്യുന്നത്. ഈ റൗണ്ട് ഫുള്ള് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ്. സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ട് ഈ നൂലൊന്ന് വലിച്ചു പിടിക്കുക. ഈ സൂചിനെ ഒരു 3 പ്രാവശ്യം ചുറ്റുണ്ട് കേട്ടോ. 3 പ്രാവശ്യം ചുറ്റി ഇവിടെ തന്നെ നമ്മൾ ഇറക്കി കൊടുക്കണം. നമ്മൾ എല്ലാ റൗണ്ടിലും ഈ ഫ്രഞ്ച് നോട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ബുള്ളി നോട്ട് വെച്ച് ഇങ്ങനെ ഫ്ലവർ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഡ്സിൻ്റെ വർക്ക് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു ബ്രാഞ്ചുകൾ പോലെ നമ്മളിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഗോൾഡ് കളറിൻ്റെ. ഇങ്ങനെ ഒരു ബ്രാഞ്ചുകൾ നമ്മൾ കൊടുക്കാം കേട്ടോ. ഈ ഒരു ചെറിയൊരു സൂചി നൂലെടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിൽ ഇങ്ങനെ ഒരു കട്ട് ബീഡ് വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. നമ്മൾ സൂചി അതിൽ എടുത്തിട്ടുണ്ട്. ഒരു 2 ബീഡുകൾ വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 2 കട്ട് ബീഡ് എടുത്തു, ഗോൾഡ് കളറാണ് എടുത്തേക്കുന്നത്. ഇതിങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ. ഈ ലൈനിൽ തന്നെ നമ്മൾ കുത്തി കൊടുത്താൽ മതി. ഒന്ന് ഇറക്കി എന്നിട്ട് ആദ്യം കുറച്ച് നീക്കിയിട്ട് ഒരു 2 ബീഡിനുള്ള സ്പേസ് വിട്ടിട്ട് ഒന്ന് നീക്കി സൂചി കുത്തി കൊടുക്കുന്നുണ്ട്. 2 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ആദ്യം എടുത്ത ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഈ ബുള്ളി നോട്ടിൻ്റെ ഒരു വർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ അടിയിലായിട്ട് ഈ ഒരു കളർ നൂലാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ഫ്ലവറിൻ്റെ അടിയിൽ നമ്മൾ അങ്ങനത്തെ വർക്ക് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തു, ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് തന്നെ കൊടുക്കാം കേട്ടോ. സൂചി ഒന്ന് ചെരിച്ചൊന്ന് കുത്തി കൊടുത്തിട്ട്
ഒരു 10 റൗണ്ട് ഈ സൂചീനെ നൂലുകൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാ ഫ്ലവറിൻ്റെ അടിയിലും. നമ്മുടെ ത്രെഡിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ബ്രാഞ്ചുകൾ വരച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു പശ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.